ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് DIY ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പിൻ കുഷ്യനാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതുപോലത്തെ ഒരു ബൗളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു ബൗളിൻ്റെ സൈസിലുള്ള ഒരു റൗണ്ട് വരച്ച് കൊടുക്കാം. ഈ ഒരു സൈസിലാണ് നമുക്ക് ഫ്ലവർ ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ചെറിയൊരു ഡിസൈനാണ് വരച്ച് കൊടുത്തിട്ടുള്ളത്. 3 ഫ്ലവേഴ്സും കുറച്ച് ലീഫും വരുന്ന ഒരു ഡിസൈനാണിത്. ഫ്ലവേഴ്സ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ വൂവൺ വീൽ സ്റ്റിച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. റിബൺ യൂസ് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സാണ് ചെയ്ത് കൊടുക്കുന്നത്. ത്രെഡ് യൂസ് ചെയ്ത് ആദ്യം ഇതുപോലെ 5 സ്റ്റിച്ചുകൾ ചെയ്തെടുക്കാം. ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലത്തെ ചെറിയ റിബണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റിബൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ബാക്കി 2 ഫ്ലവേഴ്സും ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ അടുത്ത ഫ്ലവേഴ്സ് ചെയ്തെടുക്കാനായിട്ട് കുറച്ചുകൂടെ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള റിബണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ഫ്ലവേഴ്സ് കൂടെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ 3 ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫുകളാണ് ചെയ്തെടുക്കാനുള്ളത്. ലീഫുകൾ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള റിബണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 1/2 ഇഞ്ച് വിട്ടിലുള്ള റിബണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് ലീഫുകൾ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ചെറിയ കട്ട് ബീഡ്സും 2 ബീഡ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കട്ട് ബീഡ്സാണ് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നോർമൽ ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബീഡ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ 2-3 ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒന്ന് നോട്ട് ഇട്ട് കൊടുക്കുക. അതില്ലെങ്കിൽ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് ബീഡ്സ് അവിടെ ഫിക്സ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ബീഡ്സും സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഈ ഒരു ഡിസൈൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഇത്രയും സൈസിലുള്ള ഒരു റൗണ്ടായിട്ടാണ് ഞാൻ ഈ ഒരു പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന് ചുറ്റുമായിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് 6 ടേൺസിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതുപോലത്തെ കോട്ടൺ ഇതിനുള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ക്ലോത്ത് ആയാലും മതി. ഇതിന് മുകളിൽ വെക്കാനായിട്ട് കുറച്ച് ഷേപ്പായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഈ ഒരു ബൗളിനേക്കാളും കുറച്ച് ചെറിയ സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ത്രെഡ് ഇതുപോലെ നന്നായി വലിച്ച് മുറുക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കുഷ്യന് ഈ ഒരു ബൗളിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. കുഷ്യൻ്റെ സൈസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെറുതും വലുതൊക്കെ ആയിട്ട് മാറ്റി കൊടുക്കാവുന്നതാണ്. നമുക്ക് കൂടുതൽ കോട്ടനുള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് വലിയ കുഷ്യനായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ബൗളിനുള്ളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.